Hi everyone. In this session, we will study what is incremental development model and what is a spiral model. Previously, നമ്മൾ already രണ്ട് മോഡൽസ് പഠിച്ചു. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് മോഡൽസും. സോ ഫസ്റ്റ് വൺ ഇസ് ഇൻക്രിമെൻറ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ. ഇൻക്രിമെൻറ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലി ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സാധനം ഉണ്ടാവും. അത് നമ്മൾ യൂസറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് അനുസരിച്ച് നമ്മൾ ആ ഡെവലപ്ഡ് മോഡലിനെ നമ്മൾ വീണ്ടും റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റ് കൊടുക്കും. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് സംതിങ് ടു ദാറ്റ് ഓൾറെഡി ഡിഫൈൻഡ് സിസ്റ്റം. സോ ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് യൂഷ്വലി ഉണ്ടാക്കിയ ഒരു സാധനത്തിൽ കുറച്ചും കൂടി ആഡ് ഓൺസ് കൊണ്ടുവരികയാണ്. അങ്ങനെ നമുക്ക് ആ സിസ്റ്റത്തിന് അക്സെപ്റ്റബിൾ ആക്കി കിട്ടും. Then also you can find out the activities of a process which are not separated but interleaved with feedback involved across the activities. Feedback base ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഇൻക്രിമെൻ്റ് ആ ഫങ്ഷണാലിറ്റി കൊണ്ടുവരുന്നതാണ്. സോ അങ്ങനെയാണ് this becomes an incremental development model. You can see the figure. First you have the concurrent activities and also you have the separate activities. ആദ്യത്തെ ഒരു ഔട്ട്ലൈൻ ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് നമുക്കിപ്പം സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ അതെല്ലാം ചെയ്തിട്ട് ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ, ടെസ്റ്റിംഗ് സമയത്ത് വാലിഡേറ്റ് ചെയ്യുന്നതും ഉണ്ടാവും. സോ അത്രയും കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് കൺകറൻ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം നമ്മൾ ഡെവലപ്പ് ചെയ്തത് ശരിയായില്ല, അപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കി വീണ്ടും ഡെവലപ്മെൻറ്റിൽ മോഡിഫൈ വരുത്താം, എന്നിട്ട് ടെസ്റ്റിംഗ് ചെയ്യാം. ടെസ്റ്റിംഗ് ചെയ്ത സമയത്ത് തെറ്റുണ്ടെങ്കിൽ വീണ്ടും ഡെവലപ്മെൻറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഈ കൺകറൻറ്റ് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഡബിൾ ആരോ കാണാം. കാരണം ഓരോ ഫേസും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, അതനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അതുപോലെ ഈ ഫുൾ ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. ദേ ആർ ഓൾസോ കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ഇനീഷ്യൽ വേർഷൻ, ഇൻ്റർമീഡിയറ്റ് വേർഷൻ, ഫൈനൽ വേർഷൻ. സോ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ റിക്വയർമെൻറ്റ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷനാണ് ഇനീഷ്യൽ വേർഷൻ. ദെൻ ഡ്യൂറിങ് ദ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ മിഡിൽ വേർഷൻ ആണ്, അതാണ് ഇൻ്റർമീഡിയറ്റ്. ദെൻ വാലിഡേഷൻ എന്ന് പറയുന്നത് അത്രയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കറക്റ്റാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്ന ആ സെക്ഷനാണ് ടെസ്റ്റിംഗ് സെക്ഷൻ, അതിനാണ് ഫൈനൽ വേർഷൻ. സോ യു ഹാവ് ഈച്ച് സിസ്റ്റം വിച്ച് ഇൻക്രിമെൻറ്റ്സ് റിഫ്ലക്റ്റ് എ പീസ് ഓഫ് ഫങ്ഷണാലിറ്റി ദാറ്റ് ഈസ് നീഡഡ് ബൈ ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ അത് ഓരോ ഇൻക്രിമെൻറ്റേഷൻ സ്റ്റെപ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. യു ക്യാൻ റീഡ് ദിസ് പോയിന്റ്സ്. The early increments of the system should include the most important or most urgently required functionality. അപ്പം ആദ്യം തന്നെ ഇൻക്രിമെൻറ്റേഷൻ കൊണ്ടുവരുന്നത് ഏതാ? ഏറ്റവും യൂസറിന് ഏറ്റവും അർജൻറ്റായിട്ട് വേണ്ട റിക്വയർമെൻ്റ് ആണ് ഇൻക്രിമെൻറ്റേഷൻ മോഡൽ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത്. യൂസർ പറയുന്നതനുസരിച്ച് യൂസർ കുറേ കാര്യങ്ങൾ അവരുടെ നീഡ്സ് അവർ ആവശ്യപ്പെടും. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രയോറിറ്റി നോക്കി ഏറ്റവും ഫങ്ഷണാലിറ്റി കേപ്പബിലിറ്റി നോക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് we will add the incrementation that is possible. സോ അതിനനുസരിച്ച് കസ്റ്റമറിന് ഇവാലുവേഷൻ പ്രോസസ്സ് ആയിരിക്കും. കസ്റ്റമറിന് ഓരോ സ്റ്റേജിലും ഇവാലുവേറ്റ് ചെയ്യാം, എന്നിട്ട് ഇനി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഇനി റിക്വയർമെൻറ്റ് വേണ്ടതെന്ന് കസ്റ്റമർ ആ സമയം മാറ്റും. ഇനി അതല്ല, കസ്റ്റമറിന് അതൊന്നും വേണ്ടെങ്കിൽ, കസ്റ്റമർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഇൻക്രിമെൻ്റ് ഒന്നും ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ പിന്നെ ലേറ്റർ ഇനി ആഫ്റ്റർ ദ ടെസ്റ്റിംഗ് ആ സമയത്തൊക്കെ ഓരോ സമയത്തും നമുക്ക് ഇൻക്രിമെൻറ്റ് വേണോ വേണ്ടയോ എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും ചില സമയത്ത് നമുക്ക് ഇൻക്രിമെൻറ്റ് വേണം തോന്നുക, പ്രോഡക്റ്റിൽ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ മാറ്റം വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ ആ സമയത്ത് പറഞ്ഞാലും മതി. സോ ദാറ്റ് ഈസ് ദിസ് പോയിന്റ് സാറ്റിസ്ഫൈസ് ഡിഫൈൻഡ് ഫോർ ദ ലേറ്റർ ഇൻക്രിമെൻറ്റ്. സോ ദിസ് ഈസ് ദ ഇൻക്രിമെൻ്റൽ മോഡൽ. സോ എന്തൊരു പ്രോജക്റ്റ് തന്നാലും നിങ്ങൾക്കത് പറയാൻ പറ്റണം ഏത് മോഡൽ വെച്ചിട്ടാണ് നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ ലാസ്റ്റ് മോഡൽ ഇസ് ദ സ്പൈറൽ മോഡൽ. സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് ഒരു ലൂപ്പ് പോലെയാണ്. അതായത് നമുക്ക് റിസ്ക് ഡ്രിവൺ പ്രോസസ്സാണ്. അതായത് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഒരു സർക്കിൾ, നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. ദിസ് ഇസ് ദ സ്പൈറൽ ഫിഗർ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉണ്ടായ പോലെ വാട്ടർഫോളോ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് പോലെ സീക്വൻഷ്യലോ ലീനിയർ അല്ല, ഇതൊരു സ്പൈറൽ മോഡലാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർഫോളും പ്രോട്ടോടൈപ്പിംഗ് മോഡൽസിനും അതിൻ്റെ എല്ലാം ഒരു കമ്പൈൻ ചെയ്തതാണ് നമ്മുടെ ഈ സ്പൈറൽ മോഡൽ. സോ സ്പൈറൽ മോഡലിൽ തന്നെ നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറും കൂടി ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓരോ ലൂപ്പ് എന്ന് പറയുന്നത് ഓരോ ഫേസസ് ആണ്. സോ അത് ഓരോ ഫേസസിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം.
ഫസ്റ്റ് ഫേസ് യു ഹാവ് റിക്വയർമെൻറ്റ്സ് പ്ലാനിങ്, ലൈഫ് സൈക്കിൾ പ്ലാനിങ്, അതിൽ തന്നെ റിസ്ക് അനാലിസിസ് വരുന്നുണ്ട്, പ്രോട്ടോടൈപ്പിംഗ് വരുന്നുണ്ട്, അതിൽ ഓപ്പറേഷൻ വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം വീണ്ടും റിസ്ക് ഫാക്ടർ നോക്കുന്നുണ്ട്, പ്രോട്ടോടൈപ്പിംഗ് നോക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് നോക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്ന കാര്യം നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരു വട്ടം ലൂപ്പ് ഫോം ചെയ്താലും വീണ്ടും ഓരോ വട്ടം ലൂപ്പ് ഫോം ചെയ്യുമ്പോഴും ഓരോന്നും വീണ്ടും വീണ്ടും നോക്കുന്നു. So that is written here. First loop might be concerned with the system feasibility, and the next loop must be concerned with the requirement definition, the next loop with its system design. So ഇവിടെ നിങ്ങൾക്ക് എഴുതിയത് കാണാം, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യാനും ഇവിടെ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാനും റിസ്ക് സോൾവ് ചെയ്യാനും ദെൻ ഡെവലപ്പ് ചെയ്യാനും പ്ലാനിങ്ങും. അപ്പം ഈ ഒരു സ്പൈറൽ മോഡലിനെ 4 ക്വാഡ്രൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടും സ്പ്ലിറ്റപ്പ് കാണിക്കുന്നുണ്ട്. ബട്ട് ഈച്ച് ആൻഡ് എവറി കേസ് റിസ്ക് അനാലിസിസ് ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് ഇസ് ഡൺ. സോ അതാണ് ഈ സ്പൈറൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഈച്ച് ഫേസിലും അത് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ സം പോയിന്റ്സ്. ആൻഡ് സ്പൈറൽ മോഡൽ തന്നെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒബ്ജക്റ്റ് സെറ്റിംഗ്, റിസ്ക് അസസ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, പിന്നെ പ്ലാനിങ്. സോ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് നമുക്ക് സാധാരണ നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണ്, ആ ഒബ്ജക്റ്റീവ് വെച്ച് നമുക്ക് റിസ്ക് എങ്ങനെ, ഒബ്ജക്റ്റീവ് ഉണ്ടാകുമ്പോഴാണല്ലോ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാനാണല്ലോ നമ്മൾ കുറേ പ്ലാനിങ് ഒക്കെ ഇടുന്നത്. ആ സമയത്ത് റിസ്ക് വരും. സോ അതിൻ്റെയൊക്കെ റിസ്ക്കും ഒബ്ജക്റ്റീവ് ഒക്കെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ. ദെൻ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് റിസ്ക് ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, വാട്ട് ആർ ഓൾ ദ റിസ്ക് ദാറ്റ് വിൽ ബി ഗോയിങ് ടു ഹാപ്പൺ ഇൻ ഫ്യൂച്ചർ, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് നടത്തുക. റിസ്ക് തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. സോഫ്റ്റ്വെയർ റിസ്ക്, ഹാർഡ് റിസ്ക്, സോഫ്റ്റ് റിസ്ക്, അങ്ങനെ കുറേ റിസ്ക് ഉണ്ട്. സോ അതൊക്കെ ഓരോ സെക്ഷൻ നിങ്ങൾ അപ്കമിങ് മോഡ്യൂൾസ് പഠിക്കും. സോ ഇപ്പം റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കുക. റിസ്ക് എന്തെങ്കിലും ഒരു എറർ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ഡേറ്റിന് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഡേറ്റിൽ ഷെഡ്യൂളിങ്ങും പ്ലാനിങ്ങിലൊക്കെ വ്യത്യാസം വരുമ്പം അതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. ടൈപ്സ് ഓഫ് റിസ്ക് കുറേ തരത്തിലുണ്ട്. സോ ഇവിടെ റിസ്ക് നമ്മൾ എന്താണെന്ന് അസസ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക, അതനുസരിച്ച് നമ്മൾ പ്രോട്ടോടൈപ്പിൽ ചേഞ്ചസ് വരുത്താം. ദെൻ നെക്സ്റ്റ് യു ഹാവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വാലിഡേഷൻ. നമ്മൾ സാധാരണ പോലെ പ്രോട്ടോടൈപ്പ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുക, റിസ്ക് എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു, പ്രോസസ്സ് മോഡൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുക, അതനുസരിച്ച് നമുക്ക് സിസ്റ്റം ചൂസ് ചെയ്യാം. ദെൻ നമുക്ക് റിസ്ക് വരുന്ന അനുസരിച്ച് ആ ഇൻ്റർഫേസ് മാറ്റിക്കൊണ്ടിരിക്കാം, പ്രോട്ടോടൈപ്പിലും ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കാം. എന്നിട്ട് റിസ്ക് വരുന്ന അനുസരിച്ച് നമുക്ക് നമ്മുടെ മോഡൽ നമുക്ക് ചൂസ് ചെയ്യാം, വാട്ടർഫോൾ ആണോ സ്പൈറൽ ആണോ അതൊക്കെ. ഇഫ് ദ റിസ്ക് ഇസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇറ്റ്സെൽഫ് ദെൻ യൂസ് ദ വാട്ടർഫോൾ മോഡൽ. അപ്പോൾ വാട്ടർഫോൾ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിസ്ക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നതാണെങ്കിൽ നമുക്ക് വാട്ടർഫോൾ മോഡൽ യൂസ് ചെയ്യാം. കാരണം എന്താ, അത് സീക്വൻഷ്യൽ അപ്രോച്ചാണ്. ഓരോന്നിനും തറോ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ഫേസിൽ പോവുള്ളൂ. സ്പൈറൽ മോഡൽ അങ്ങനെയല്ല. അറ്റ് ദ സെയിം ടൈം എല്ലാ സെറ്റിങ്ങിലും പോയിട്ട് ഫൈൻഡ് ഔട്ട് ലൂപ്പ് പോലെയാണ്. വാട്ടർഫോൾ മോഡൽ ഒരു ഫേസ് കഴിഞ്ഞാലേ നെക്സ്റ്റ് ഫേസ് തുടങ്ങാൻ പറ്റും. ലീനിയർ അപ്രോച്ച്, സീക്വൻഷ്യൽ അപ്രോച്ചാണ്. അതുപോലെ തന്നെ ഫേസസ് ഒക്കെ ഡിപ്പെൻഡൻറ്റും ആണ്. അതുകൊണ്ടാണ് റിസ്ക് വരുമ്പം ബെറ്റർ ഗോ വിത്ത് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് ഇസ് ദ പ്ലാനിങ് ഫേസ്. പ്ലാനിങ്ങിൽ നമ്മൾ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ റിവ്യൂ ചെയ്തു, എന്തൊക്കെ ഡിസിഷൻസ് വേണമെന്ന് നോക്കി, പിന്നെ ഫർദർ ഇനി ഏതെങ്കിലും ലൂപ്പ് നോക്കണുണ്ടോ, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാണ് പ്ലാനിങ്. ആൻഡ് ദെൻ ഈ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇത് റെയർലി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പീപ്പിൾ നോക്കുമ്പോൾ ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിസ്ക് ഡ്രിവൺ അപ്രോച്ചും ഇതിലെ ഡെവലപ്മെൻറ്റ് ഫേസിലും എല്ലാം ഇതൊക്കെ വരുന്നുണ്ട്. സോ ഈ സെക്ഷനിൽ നമ്മൾ 2 മോഡലാണ് പഠിച്ചത്, ഇൻക്രിമെൻ്റൽ മോഡലും സ്പൈറൽ മോഡലും. ബാക്കി 2 മോഡലിനും കമ്പയർ ചെയ്യുമ്പം ഇത് രണ്ടും കുറച്ചൊരു ഹെവി മോഡലാണ്, കുറച്ചധികം കാര്യത്തിലേക്ക് ഡീപ്പ് ആയിട്ട് കിടക്കുന്ന 2 മോഡലാണ്. ബട്ട് സ്റ്റിൽ 4 മോഡലിലും നിങ്ങളൊരു ഡിഫറൻസിയേഷൻ പോലെ പഠിച്ച് വെക്കുക. ദെൻ ഓരോന്നും ഇൻഡിവിജ്വലി പഠിക്കാനും ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. വി കം ടു ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. താങ്ക് യു.